അജണ്ടം സബ്ജക്റ്റ് എടുത്തു, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക്സ്. അന്ന് അത് എഴുതും, ഇലക്ട്രോണിക് സിസ്റ്റം വന്നു. അതിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് പാസ്സായി. ഫസ്റ്റ് ക്ലാസ് പാസ്സായതിനു ശേഷം ബോംബെക്ക് പോയി. ബോംബെ പോയിട്ട് പട്ടാളത്തിൽ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫസർ കെ നായർ പറഞ്ഞു, നീ ഏതായാലും 3 മാസം ഇവിടെ നിൽക്ക്, മെഡിക്കൽ പ്രൊഫസർ. മൂപ്പര സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചില്ലേ, ക്ലാസ് പോയി പഠിച്ചില്ല, അന്നിങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞാൻ 3 മാസം കൊണ്ട് പഠിച്ചു, മെട്രിക്കുലേഷൻ പാസ്സായി. സിദ്ധാർത്ഥ കോളേജ് ഓഫ് സിദ്ധാർത്ഥ മൂപ്പര പ്രൊഫസറായി പ്രൊഫസറായി. അത് പാസ്സായി. അത് പാസ്സായിട്ടാണ് ഞാൻ പിന്നെ ബോംബെക്ക് പോകുന്നത്. ബോംബെക്ക് പോയിട്ട് ബോംബെയിൽ സില്ലിഗുരി ഇറങ്ങി. ബോംബെയിൽ നിന്ന് സില്ലിഗുരി ഇറങ്ങി. സില്ലിഗുരി എന്ന് വണ്ടിയുള്ളൂ. ഇത് നേരെ ആസാമിലേക്ക് വളം വണ്ടി. സില്ലിഗുരി ഇറങ്ങി കാലിപ്പം എന്ന് പറഞ്ഞാണ്. അപ്പോൾ 4000 അടി വീടാണ്. അതാണ് ഫസ്റ്റ്. കാലിപ്പം വലിയ സിറ്റിയാണ്. ഇപ്പോൾ പട്ടാളത്തിൽ പോയിട്ടോ? അല്ല, പട്ടാളത്തിൽ ചേർന്നതിന് ശേഷമല്ലേ പോകേണ്ടത്. എവിടേക്കാണ് പോകുന്നത്? നത്തൂടേക്ക്. നത്തൂടേക്ക് 3 ദിവസം പിടിക്കും വണ്ടി, 3 ദിവസം. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് 150 കിലോമീറ്റർ മീതെ പോകണം. അങ്ങനെ വളഞ്ഞ് പോകണം. ചില ദിക്കിലൊക്കെ 100 ഡിഗ്രി കുറവുണ്ട്. 90 സാധാരണ 90 അധികം വളയാൻ പറ്റില്ല. പക്ഷെ അവിടെ അങ്ങനെ വളഞ്ഞാലേ മേൽപ്പെട്ട് പോകാൻ പറ്റും. അപ്പോൾ ചുറ്റും വളവാണ്. അവിടെ ഒരു പേരും കൂടി ഉണ്ട്. അവിടെ ഒരുപാട് വണ്ടികൾ വീണിട്ടുണ്ട്. അന്ന് ശക്തിമാൻ പുതുതായി വന്നതാണ്, വലിയ വണ്ടി. അത് എൻ്റെ മുമ്പ് ശക്തിമാൻ ടാറ്റയുണ്ട്, ടാറ്റ വണ്ടി. ഈ ശക്തിമാൻ എന്താ പറഞ്ഞാൽ നീളം കൂടുതലും ഉൾക്കൊള്ളാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിലാണ് പോകണം. അവിടെ എത്തിയപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടോ, അവിടെ ഒരു റോങ് സിഗ്നൽ കണ്ടു. റോങ് സിഗ്നൽ ഈ മരിച്ചുപോയ ഒരുപാട് ആൾക്കാർ അവിടെ പുനർമിച്ചിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പറ്റില്ല, അത്ര താഴ്ന്ന. അപ്പോൾ പറയുന്നതാണ് വണ്ടി പോകുമ്പോൾ റോങ് സിഗ്നൽ സൈഡിൽ പോകും, റോങ് സിഗ്നൽ പോകും. ആ റോങ് സിഗ്നൽ പെട്ടെന്ന് പോയി അപ്പുറത്തേക്ക്. അത് ഡ്രൈവറൊക്കെ മുൻകൂട്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പലതും ഉണ്ടായതിന് ശേഷമാണ് അങ്ങനെ കണ്ടാൽ വണ്ടിയോടെ നിർത്തുക, ഇറങ്ങി നോക്കുക, എന്നിട്ട് പോയിക്കാവും. അത് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഇറങ്ങി നോക്കി ഫിസിക്കലിൻ്റെ വഴിക്കൂടെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കാലിബാവില്ല. ഒരു ദിവസം യാത്ര ചെയ്യാൻ പാടുള്ള ദിവസം അവിടെ പോയപ്പോൾ യാതൊരു രക്ഷയില്ല. അങ്ങനത്തെ പരിസ്ഥിതി നമ്മൾ കണ്ടില്ല, തണുപ്പ്. എന്താ ചെയ്ത് പട്ടാള പ്ലെയിനിൽ അവിടെ നിൽക്കേണ്ട ഗോതമ്പ് മരങ്ങൾ, ചെടികൾ, ആ ചെടിയൊക്കെ വെട്ടി വീട്ടിലുണ്ടാക്കി അപ്പയ്ക്കറി വീട് അതിൽ തന്നെ കിടക്കും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനി ക്ലൈമറ്റ് ശേഷം ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ജുലൂക്ക് പോയി. ജുലൂക്ക് അത് 16,000 അടി വീടാണ് ജുലൂക്ക്. ജുലൂക്കിലാണ് നെക്സ്റ്റ് കണ്ടത്. ആ ജുലൂക്കിന് 2 ദിവസം വെറുതെ വന്നു. ഈ 2 ദിവസം വെറുതെ വന്നതിന് ശേഷം ക്ലൈമറ്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതായത് പിന്നെ ഉയരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മുമ്പിൽ ഒരു കച്ചറുണ്ടാവും. കച്ചറെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വാഹനം. അത് ഇന്നത്തെ ഒരു സൗകര്യമൊന്നുമില്ല. ആ കച്ചറിൻ്റെ ആല് പിടിച്ച് പോകണം. ഒരടി വീതിയുള്ള സ്ഥലത്ത് കൂടെ കയറാൻ പോവുക. തെറ്റിയെ പോയി 1000 കണക്കിലടി ആയിട്ട് അത് പിടിച്ച് ചിലപ്പോൾ ഈ കച്ചറ് പോവുക, ആളും പോകും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടിങ്ങനെ. പക്ഷേ അതിന് സ്നോ പുട്ട സാധനം. സ്നോ പുട്ടിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ ആണിയുണ്ടല്ലോ, 6 ഇഞ്ച് അണി താഴ്ത്തിക്കും. അങ്ങനെ ഇത് വാല് പിടിച്ചിട്ട് ജുലൂക്ക് എത്തണം. ജുലൂക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതുമില്ല, സ്നോ പൂട്ടിട്ട് നടന്നു കഴിഞ്ഞ് ആ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. അവിടെ വായു കമ്മിയാണ്. മാത്രമല്ല ഭക്ഷണത്തിന് കൊടുക്കും. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? അവിടെ ഈ മഞ്ഞക്കട്ട കട്ട് ചെയ്ത് മുറിച്ച് ആൽഭാഗത്ത് വെച്ച് അപ്പോൾ അവിടെ നോക്കിയാൽ ജനം കൂടുതൽ കാണും. ആ മലയിൽ കഴിഞ്ഞ് ഈ മലയിൽ കാണും. ശരിക്കും അവിടുന്ന് ഒരു വെടി വെച്ചാൽ, അതായത് വലിയ തോക്ക് MM 60 mm, ആ MM കൊണ്ട് അവർ വെടി വെച്ചാൽ നമ്മൾ പോകും. അവർ ഉയരുതാണ്, നമ്മൾ താഴ്ച. അവിടെ പോയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് താമസിക്കാത്ത സൗകര്യം പൊട്ട പട്ടിണി ഒന്നും കിട്ടാല്ലേ. ഒരു മെസ്സുണ്ട്, മെസ്സൊക്കെ മണ്ണിനുള്ളിലാണ് പുറത്ത്. അതൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം നമ്മൾക്ക് കഷ്ടിച്ചിങ്ങനെ
എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ള മനസ്സിലായി. അന്ന് രാത്രിയോട്ടം അന്നുണ്ടായി ബോംബി, അന്നുണ്ടായി. അവർക്കറിയാം ഞങ്ങൾ വരുന്നു. അവിടെ ഇവിടെ നോക്കിയേ കാണി. പക്ഷേ 2 കിലോമീറ്റർ കുറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ടെത്താൻ. 10 മിനിറ്റ് അത് പറഞ്ഞു വളർത്തലാണ്. അവിടെ എത്തിയിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഈ 20 ദിവസം യുദ്ധം. 20 ദിവസം യുദ്ധം നിന്നതിൻ്റെ ഫോർ മദ്രാസ് എന്നുള്ള തെറ്റാലയിലാണ് യുദ്ധം ചെയ്യുക. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ അതാത് ആശുപത്രി അല്ലെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്യുക. അപ്പോൾ ഒരു 4 ബറ്റാലിയൻ 4 മദ്രാസ് ബറ്റാലിയൻ ഇത് കംപ്ലീറ്റാണ് ബോംബിട്ടത്. ഒരൊറ്റ കുട്ടികൾ ബാക്കി. ഞങ്ങൾ ഈ സീരിയസ് ഉള്ളതുകൊണ്ട് എന്താ ചെയ്തത്? സീരിയസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അവരെ കൂട്ടപ്പുണ്ട്. അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ ഇൻഫ്രണ്ടിൽ തന്നെ സീരിയസ് ഉണ്ട്. അവരുടെ അടുത്ത് എത്തിക്കും. അവിടെ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാട് ബുദ്ധിമുട്ടായി. ശ്വാസം കിട്ടണ്ടേ? ശ്വാസം കിട്ടാൻ ഈ ക്ലൈമറ്റേഷൻ കഴിഞ്ഞിട്ടാട്ടോ 10 ദിവസത്തെ ക്ലൈമറ്റേഷൻ കഴിഞ്ഞിട്ട് സ്ഥിതിയാണ്. ശ്വാസം കിട്ടണില്ല. എന്താ ചെയ്യുക? ശ്വാസം കിട്ടില്ല. അപ്പോൾ കുറേ ഓർഡർ കിട്ടി. ഒരു ജവാൻ ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യം ഇറങ്ങിയിട്ട് രാവിലെ നീറ്റ് പീറ്റിയൊന്നും വേറൊന്നുമില്ല. അങ്ങനെ 10 പ്രാവശ്യം ഇറങ്ങി ഒരു 150-200 അടിയോളം ഉയരമുള്ള ഒന്ന്. അങ്ങനെയാണ് ഞങ്ങളവിടെ ഫിറ്റായി. പിന്നെ ഒരു കൊല്ലം കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. അവിടെ പിന്നെയും പണി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡുംകു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഉയരം ഉണ്ട്. അവിടെയൊക്കെ പോകണം. അവിടെ പോയി